അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തിങ്കളാഴ്ച ഫിഖ്ഹിന്റെ പരീക്ഷയാണ്. ചോദ്യപേപ്പർ പ്രിന്റ് എടുത്ത് ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പ്രിന്റ് എടുക്കാനുള്ള സൗകര്യമില്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും തുറക്കാത്തത് കൊണ്ട് നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം. ഫിഖ്ഹ് ആയതുകൊണ്ട് ഫിഖ്ഹിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിധികൾ, ഹറാമ്, സുന്നത്ത്, വാജിബ് അങ്ങനെ പറയുന്ന വിധികളൊക്കെ നിർബന്ധമായും പഠിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ സക്കാത്തിൻ്റെ ബാബ്, സക്കാത്തിൻ്റെ പാഠങ്ങൾ, അത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശരീരത്തിൻ്റെ സക്കാത്ത്. അവിടെ സക്കാത്തുൽ ഫിത്ർ. എന്താ ഉത്തരം? സക്കാത്തുൽ ഫിത്ർ. സക്കാത്ത് രണ്ട് വിധം നമുക്കറിയാം അല്ലേ? സമ്പത്തിൻ്റെ സക്കാത്തുണ്ട്, ശരീരത്തിൻ്റെ സക്കാത്തുണ്ട്. സമ്പത്തിൻ്റെ സക്കാത്തിനാണ് സക്കാത്തുൽ മാൽ എന്ന് പറയാം. ശരീരത്തിൻ്റെ സക്കാത്തിന് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയും, സക്കാത്തുൽ ബദൻ. പിന്നെ കടം വാങ്ങിയവന് ഗാരിം എന്ന് പറഞ്ഞാൽ, അതായത് സക്കാത്തിൻ്റെ അവകാശികൾ, സക്കാത്ത് സ്വീകരിക്കാൻ അവകാശികളായി 8 ആളുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? ഗാരിം, കടക്കാരന് സക്കാത്ത് സ്വീകരിക്കാനുള്ള നിബന്ധന എന്താണ്? ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവൻ. 3 ഓപ്ഷൻ അവിടെ ഉള്ളത്. ഒന്ന്, ഹലാലായ സ്വന്തം ആവശ്യത്തിന്. രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ എന്തായി, തർക്കമായപ്പോൾ അവരെ എന്താക്കാൻ, യോജിപ്പിക്കാൻ വേണ്ടി. പിന്നെ മൂന്നാമത്തത് പൊതുവായ ഒരു ഉപകാരത്തിന് വേണ്ടി. അങ്ങനെ ഈ 3-4 ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയ ആൾക്കാണ് സക്കാത്ത് സ്വീകരിക്കാൻ അവകാശിയായ ആൾ. അടുത്ത് നവമുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബി എന്താണ്? മുഅല്ലഫത്തുൽ ഖുലൂബ്. അതാണ് അതിൻ്റെ ഉത്തരം, മുഅല്ലഫത്തുൽ ഖുലൂബ്. അതായത് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. 4, സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് എത്ര? ഏറ്റവും മിനിമം പശു എത്ര ഉണ്ടായാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? എത്രയാണ്? പിന്നെ 30 പശു ഉണ്ടായാലാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. 30 പശു ഉണ്ടായാൽ മാത്രമേ എന്താകുള്ളൂ? സക്കാത്ത് നിർബന്ധമാകുള്ളൂ. പിന്നെ 30 പശു ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര അതിൽ എന്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ്? 1 വയസ്സായ പശുക്കുട്ടി. അത് ഓർത്തു വെക്കട്ടോ, 1 വയസ്സായ പശുക്കുട്ടി. അത് സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് എത്ര? സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് 40 ആടാണ്. 40-ൽ 1 ആടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 40-ന് 1 ആട് പോയാൽ 39 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 40 - 1 = 39. അങ്ങനെ ആലോചിച്ച് വെക്കുക. അഥവാ 40 ആടുണ്ടെങ്കിൽ 1 ആട് കൊടുക്കുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 39 ആട്. അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ അവിടെ തന്നെ നമ്മൾ വേറെ കണക്കും പഠിക്കണം. ഒട്ടകത്തിൽ ചുരുങ്ങിയ കണക്ക് എത്രയാണ്? 5 ആണ്. അത് ഓർത്ത് വെക്കുക. 5 ഒട്ടകം ഉണ്ടായാൽ എന്ത് കൊടുക്കണം? 1 ഒട്ടകം കൊടുക്കണോ? വേണ്ട. പിന്നെ 1 ആട് കൊടുക്കൽ വാജിബാണ്. ആടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ അടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണിത്. പിന്നെ 8 കാലിയുടെ വല ത്വാഹിറാണോ? ത്വാഹിറാണ് അല്ലേ? അടുത്തത് പൂർത്തിയാക്കാം. നായ, പന്നി അവയിൽ നിന്ന് ജനനമെടുത്തത് ഇവ എന്ത് നജിസാണ്? മുഗല്ലദായ നജിസാണ്. നമുക്കറിയാം നജിസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? മുഗല്ലദ്, മുഖഫഫ്, മുതവസ്സിത്ത്. ഇതിൽ ഏറ്റവും സിമ്പിൾ, ഏറ്റവും ലഘുവായതാണ് എന്ത്? മുഖഫഫ്. ഭയങ്കര സ്ട്രോങ് സാധനമാണ് ഏത്? മുഗല്ലദ്. അതാണ് നായ, പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തൊക്കെ മുഗല്ലദായ നജിസാണ്. എന്നാൽ പിന്നെ എന്താണ്, മുതവസ്സിത്തായ നജിസ് ഉണ്ട്, മുഖഫഫായ നജിസ് ഉണ്ട്. അവിടെ മുഖഫഫായ നജിസ് പറഞ്ഞാൽ എന്താണ്? 2 വയസ്സ് പൂർത്തിയാവാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം എന്താണ്? മുഖഫഫായ നജിസാണ്. അപ്പോൾ അത് ഓർത്തു വെക്കുക. പിന്നെ അടുത്ത ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ എന്താണ്? തൊട്ട് വൃത്തിയാക്കലാണ്. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. പിന്നെ അപ്പോൾ തന്നെ വേറൊരു ചോദ്യം ഉണ്ട് അവിടെ. എന്താണ്? ഷറഇൽ അഥവാ ത്വഹാറത്ത് എന്നാൽ, ദീനിൽ ത്വഹാറത്ത് എന്നാൽ എന്താണ്?
അശുദ്ധി കാരണമോ നജിസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്. അടുത്ത ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർളാകുന്നു സക്കാത്ത്. വളരെ സിമ്പിളാണ്. 4. സക്കാത്തിൽ ധാന്യങ്ങളുടെയും കാരക്കമുന്തിരി എന്നിവയുടെയും കണക്ക് എത്രയാണ്? 5 ഔസുക്ക്, 960 ലിറ്റർ. 5 ഔസുക്കാണ് പിന്നെ കാരക്കയുടെയും മുന്തിരിയുടെയും കണക്ക്. പിന്നെ നെല്ല് പോലെയുള്ള 10 ഔസുക്ക് ഉണ്ടായിരിക്കണം. ഇവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20 അല്ലെങ്കിൽ 10 സക്കാത്തായി കൊടുക്കണം. അതവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നെല്ല് പോലത്തതാണെങ്കിൽ എത്ര ഔസുക്കാണ്? 10 ഔസുക്കാണ്, അല്ലെങ്കിൽ 5 ഔസുക്ക്. പിന്നെ കൊടുക്കേണ്ടത് എത്രയാണ്? നനച്ചുണ്ടാക്കിയതാണ്, അപ്പോൾ നമുക്ക് ചിലവുണ്ട്, എക്സ്പെൻസ് ഉണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ 20 കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ നനക്കാതെ തന്നെ ഉണ്ടായതാണ്, മഴവെള്ളം കൊണ്ടൊക്കെ ഉണ്ടായതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 10 കൊടുക്കണം. അപ്പോൾ അതവിടെ മനസ്സിലാക്കുക. അടുത്ത ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഡാഷ്. എന്താണ്? സൂര്യാസ്തമന സമയമാണ്. സൂര്യാസ്തമാന സമയമാണ് എന്ത്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം. അടുത്തത് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് ഡാഷ് എന്താ കൊടുക്കേണ്ടത്? ഇത് പൊതുപരീക്ഷയ്ക്ക് വരെ വരുന്ന ചോദ്യമാണ് കേട്ടോ, എല്ലാവരും പഠിച്ചു വെക്കണം. കൊടുക്കേണ്ടതില്ല. ഇത് വ്യക്തമാക്കാം. ത്വഹാറത്തിന്റെ അതാ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പഠിച്ച് ത്വഹാറത്തിന്റെ ശർഈയായ അർത്ഥം അശുദ്ധി കാരണമോ നജിസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. അടുത്ത തയമ്മുമിന്റെ നിയ്യത്ത്. തയമ്മുമിന്റെ നിയ്യത്ത് എന്താണ്? നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. തയമ്മുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ അവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. തയമ്മുമിന്റെ ഷർത്തുകളാണ് നമ്മളവിടെ ആ പാഠത്തിൽ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത്. എന്താണ്? തനിച്ച പൊടിമണ്ണായിരിക്കണം, തയമ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കണം, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കണം, സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക. ഇതാണ് 4 കാര്യങ്ങളാണ് തയമ്മുമിന്റെ ഷർത്തുള്ളത്. അത് എല്ലാവരും 6-ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിൽ 6-ാമത്തെ പേജ് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ തയമ്മുമിന്റെ ഫർളുകൾ 6 അത് അത്ര ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ അവിടുത്തെ നിയ്യത്താണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ തയമ്മുമിന്റെ എണ്ണം, 2 തയമ്മും ചെയ്യൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. നമുക്ക് പിന്നീട് നോക്കാം. അടുത്ത് മുഹഫഫായ നജിസ്. കണ്ടോ? മുഹഫഫായ നജിസ് എന്നാൽ എന്ത്? 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അപ്പം മുഹഫഫ് എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത മിസ്കീൻ. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്, പിന്നെ യാത്രക്കാരന് സക്കാത്ത് സ്വീകരിക്കാൻ അർഹതപ്പെടുക എപ്പോഴാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനുണ്ട്. പിന്നെ തൻ്റെയും ആരാണ് ഇവിടെ നമ്മൾ മിസ്കീനാണ് പഠിക്കുന്നത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഫക്കീർ നോക്കാം. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഹലാലായ യോജിച്ച തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും ചെലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ. അപ്പോൾ താൻ ചെലവ് കൊടുക്കൽ വാജിബുമായ ചിലവിൻ്റെ പകുതി, അവിടെ മുതൽ എഴുതിയാലും ഉത്തരം ശരിയാവട്ടെ. ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ ആരാണ്? ഫക്കീറാണ്. അതാണ് ഫക്കീർ. മിസ്കീൻ്റെ ഡെഫിനിഷൻ എന്താണ്? ചിലവിൻ്റെ 50% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ. അപ്പോൾ ജോലി ഉണ്ട്, പക്ഷെ അത് ചിലവിൻ്റെ 50%. അപ്പോൾ അങ്ങനെ അത് ഫക്കീറും മിസ്കീനോടെ പഠിച്ചു വെക്കാം. അടുത്തത് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. ഈ 2 എന്ത്? സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. അതെല്ലാവരും ഓർത്തു വെക്കുക. ഒന്നെന്താണ്? നിയ്യത്ത് ചെയ്യുക. പിന്നെ 2 അവകാശികൾക്ക് കൊടുക്കുക.
പിന്നെ നിയ്യത്ത് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? സക്കാത്ത് നൽകുന്ന സമയത്തോ അതിന് നീക്കി വെക്കുന്ന സമയത്ത്. 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ 2 ഷർത്തേ ഉള്ളൂ. ഒന്ന് നിയ്യത്ത് വെക്കുക, മറ്റൊന്ന് അവകാശികൾക്ക് കൊടുക്കുക. ഓക്കെ, അത് 2 തയമ്മും വേണം എപ്പോൾ? ഇത് വാർഷിക പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. 2 തയമ്മും ചെയ്യൽ എപ്പോഴാണ് നിർബന്ധമാവുക? അപ്പോൾ അത് നല്ലോണം എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കണം. 2 അവയവത്തിൽ മുറിവുണ്ടായാൽ 2 തയമ്മും വേണം. എല്ലാവരും പഠിച്ചു വെക്കുക. 2 അവയവത്തിൽ മുറിവുണ്ടായാൽ 2 തയമ്മും വേണം. പിന്നെ ഇവിടെ തന്നെ തയമ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം മടക്കേണ്ടതില്ല. അപ്പം നിസ്കാരം മടക്കേണ്ടതില്ലാത്ത സന്ദർഭം ഏതൊക്കെയാണ്? രോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ മുറിവിന് വേണ്ടി, ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടി തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ എന്ത് ചെയ്യണ്ട? ആ നിസ്കാരം മടക്കേണ്ടതില്ല. പിന്നെ ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ്? അഥവാ യാത്രക്കാരന് അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ അപ്പോഴാണ് എന്താവുക? സക്കാത്തിന് അവകാശിയാവുക. അടുത്ത ചോദ്യം, മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? മുക്കല്ലഫ് പറഞ്ഞാൽ പ്രായപൂർത്തിയും വകതിരിവും എത്താത്ത ആളാണ്. അങ്ങനത്തെ ആളുടെ സക്കാത്ത് എന്താ ചെയ്യേണ്ടത്? അവരുടെ സമ്പത്തിൽ നിന്ന് ആരാണോ അവരെ രക്ഷിതാവ് അവരെന്ത് ചെയ്യണം? കൊടുക്കണം. അടുത്ത് 2 വീതം എഴുതുക. സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ എന്തൊക്കെയാണ്? മുസ്ലിമായിരിക്കുക, സ്വതന്ത്രനായിരിക്കുക, ഹാഷിം മുത്വലിബ് കുടുംബത്തിൽ പെടാത്തവനാവുക. 3 നിബന്ധനയാണ്. സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ആൾ മുസ്ലിം ആയിരിക്കണം, പിന്നെ സ്വതന്ത്രനായിരിക്കണം, അടിമയാവാൻ പറ്റൂല, പിന്നെ തങ്ങന്മാരെ കൂട്ടത്തിൽ പെടാൻ പറ്റൂല, തങ്ങന്മാരല്ലാത്തവരായിരിക്കണം. അപ്പോൾ അതെല്ലാവരും ഓർത്തു വെക്കുക. അടുത്തത് തയമ്മുമിൻ്റെ ഷർത്തുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു തയമ്മുമിന് 4 ഷർത്തുണ്ട്. എന്താണ്? ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക, തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസുകൾ നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക, സമയം കടന്നതിന് ശേഷമാവുക. അത് ഓർത്തു വെക്കുക എല്ലാവരും. അടുത്ത നിസ്കാരത്തിലെ അബ്ആദ് സുന്നത്തുകൾ. ആദ്യത്തെ തശഹുദ് ഓതൽ, ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, കുനൂത്ത് ഓതൽ, കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇതിൽ എല്ലാം കൂടി എഴുതേണ്ട ആവശ്യമില്ല. 3 എഴുതിയാൽ മതി? പിന്നെ 2 വീതം എഴുതിയാൽ മതി. അപ്പോൾ ഏത് എഴുതിയാലും എന്താവും? ഉത്തരം ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. 2 3 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഫിഖ്